വിശുദ്ധ ഖുർആനിന്റെ ഭാഷ കാവ്യാത്മകമാണ്. അതിന്റെ ശൈലി മാസ്മരികമാണ്. അതുല്യമാണ് അതിന്റെ കാവ്യഭംഗി. മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുന്നു. എന്നാൽ മലയാളത്തിൽ നാം സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച അതേ ക്രമത്തിൽ നേർക്കുനേരെ പരിഭാഷപ്പെടുത്തുമ്പോൾ ചില ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിന്റെ കാവ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 4-ാമത്തെ വചനം. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്ന ഒരു രംഗം. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഇനി അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു നോക്കാം. I did see 11 stars and the moon and the sun. Sorry, and the sun and the moon. I saw them prostrate themselves to me. പക്ഷെ ഇവിടെയൊന്നും നമുക്കതിന്റെ കാവ്യാത്മകത ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആ വാചകത്തെ നേർക്കുനേരെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു നോക്കാം. ഇന്നി തീർച്ചയായും, കണ്ടു, റഅയ്തു കണ്ടു ഞാൻ, അഹദ അശറ 11, കൗകബൻ നക്ഷത്രങ്ങളും, വശംസ സൂര്യനും, വൽ ഖമറ ചന്ദ്രനും, റഅയ്തുഹും ലീ കണ്ടു ഞാൻ അവകൾ എനിക്ക്, സാജിദീൻ സാഷ്ടാംഗം ചെയ്യുന്നതായി. ഇനി നമുക്ക് ഈ വാചകങ്ങളെ ഒരുമിച്ച് എഴുതി വായിച്ചു നോക്കാം. തീർച്ചയായും കണ്ടു ഞാൻ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും, കണ്ടു ഞാൻ അവകൾ എനിക്ക് സാഷ്ടാംഗം നമിക്കുന്നതായി. അതെ, ഒരു സുന്ദരമായ കവിത വിരിയുന്നത് കാണുന്നില്ലേ? തീർച്ചയായും കണ്ടു ഞാൻ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും, കണ്ടു ഞാൻ അവകൾ എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി.